പുതിയ വർഷത്തിലെ ആദ്യത്തെ കൺവെൻഷനാണ്. ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈ വചനം കേൾക്കുന്ന വചനം എല്ലാം നിങ്ങൾക്ക് വലിയ അഭിഷേകമായിട്ട് മാറട്ടെ. ശക്തിയോട് പറയാം ഹല്ലേലൂയ. വേണ്ടി ഒരു വചനം ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹത്തിന്റെ വചനം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 65-ാമത്തെ അധ്യായം നമുക്ക് എടുക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 65-ാമത്തെ അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങളാണ്. ഐസയ ചാപ്റ്റർ 65 വേഴ്സ് 23 and 24. നമുക്കത് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. കർത്താവ് ഇതൊരു അടയാളമായിട്ട് സ്ഥിരീകരിച്ചു തരട്ടെ. നിങ്ങൾ ഇന്നിപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് എന്തൊക്കെ അവസ്ഥയിലൂടെ കടന്നുപോയാലും കർത്താവ് ഒരു വാഗ്ദാനമായിട്ട് തരികയാണ്. ഇത് സ്വീകരിച്ചേക്കുക. 65-ാമത്തെ അധ്യായം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. ബൈബിള് കയ്യിലുള്ളവർ നമുക്ക് ഒരുമിച്ച് എടുത്ത് വായിക്കാം. അടയാളപ്പെടുത്തുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്തുക. ഒരുമിച്ച് വായിക്കാം. അവരുടെ അധ്വാനം വൃഥാ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവസാനത്തെ വാക്യം ഏറ്റു പറയണം. വിളിക്കും മുൻപേ കർത്താവ് എനിക്ക് ഉത്തരം അരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ കർത്താവ് അത് കേൾക്കും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, എന്നീ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് പ്രാർത്ഥന ഉണ്ടെങ്കിലും ഇത് വിശ്വാസത്തോടെ ഏറ്റെടുത്തേ, ഒരു സംശയം കൂടാതെ ഏറ്റെടുത്തേ. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ വിളിക്കും മുമ്പ് തന്നെ കർത്താവ് എനിക്ക് ഉത്തരം തന്നിരിക്കുന്നു. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ അനുഗ്രഹ വചനങ്ങളിലും എടുത്തു നോക്കിയാൽ ഏറ്റവും ബ്ലസ്ഡ് ആയ ഏറ്റവും പവർ നൽകുന്ന ഒരു 10 വചനം ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു പറയാനുള്ള ഒരു വചനമാണ് 65-ന്റെ 23. അവരുടെ അധ്വാനം വെറുതെ ആവത്തില്ല, വൃഥ ആവില്ല. നിങ്ങളിത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തേ. നിങ്ങളുടെ പഠനവും നിങ്ങളുടെ ജോലിയും നിങ്ങൾ ഇടപെടുന്ന മേഖല ഒന്നും വെറുതെ ആവില്ലെന്ന് കർത്താവിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ അധ്വാനം വെറുതെ ആവില്ലെന്ന്. എൻ്റെ പഠനം, ഞാൻ ഈ ഉറക്കം വിളയ്ക്കുന്നത്, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്തിലൊക്കെ ഇടപെടുന്നോ അത് വെറുതെ ആവില്ല. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ കേൾക്കുന്ന, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നതിന് മുമ്പേ എനിക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ആ വചനം വിശ്വസിച്ചാലുണ്ടല്ലോ അത് നമുക്ക് മാത്രമല്ല അനുഗ്രഹം. വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ സന്തതികളും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ അധ്വാനം വെറുതെ ആവില്ലെന്നും ഞാൻ വിളിക്കുന്നതിന് മുമ്പേ എനിക്ക് ഉത്തരം തരുന്നൊരു കർത്താവ് എനിക്കുണ്ടെന്നും ഒരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ തലമുറകളിലേക്ക് നീളുന്ന ഒരു അനുഗ്രഹമാണ് കർത്താവ് പ്രോമിസ് ചെയ്യുക. ആ വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടെ. അവരുടെ അധ്വാനം വെറുതെ ആവില്ല, വൃഥ ആവില്ല. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളാവും. എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ, നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ കുടുംബം അറിയപ്പെടാൻ പോകുന്നത് ഈ ഒരു അഡ്രസ്സിലായിരിക്കും. കർത്താവ് അനുഗ്രഹിച്ച ഒരു കുടുംബം, കർത്താവ് അനുഗ്രഹിച്ച ഒരു തലമുറ, കർത്താവ് അനുഗ്രഹിച്ചവരുടെ സന്തതികൾ. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. പിന്നെ നിങ്ങൾ വചനം കേൾക്കുകയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ മക്കളോ ഈ വചനം കേൾക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈശോയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് നിങ്ങളോടൊപ്പം അവരും അനുഗ്രഹിക്കപ്പെടും. ഒരു സന്തോഷം തോന്നുന്നില്ലല്ലോ മുഖത്ത്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതാണോ? നോക്കിയാൽ ചിലപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ലോ, നിങ്ങൾക്ക് ഈ വചനം വിശ്വസിക്കാൻ തോന്നില്ലോ. നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്കൊക്കെ അത്രയും വിശ്വാസം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് അത്രയും വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ചില സങ്കടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ അവർ ചിലപ്പോൾ ഉള്ള വിശ്വാസമൊക്കെ ഇട്ടെറിഞ്ഞ് പോയി കാണും. നിങ്ങൾ അവർക്ക് വേണ്ടി വിശ്വസിക്കുക. എന്ത് ചെയ്യുക? നിങ്ങൾ അവർക്ക് വേണ്ടി വിശ്വസിക്കുക, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ അധ്വാനം വെറുതെ ആവില്ല എന്ന് നിങ്ങൾ പറയണം. നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നത് കൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളും അനുഗ്രഹിക്കപ്പെടും. വലതുവോർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. കരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറഞ്ഞേ, എൻ്റെ അധ്വാനം വെറുതെ ആവില്ല. പറഞ്ഞേ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ, കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മൾ ആശ്രയിക്കുന്ന ദൈവം നമ്മളെ കൈവിടില്ലെന്ന്, നമ്മളെ കൈവിടില്ല. ആ ഒരു വിശ്വാസമാണ് എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലേക്ക് നിറയേണ്ടത്. കർത്താവ് എന്നെ നോക്കിക്കൊള്ളും, കർത്താവ് എന്നെ നോക്കിക്കൊള്ളും. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടാവണം. എന്നെ തകർന്ന് നിൽക്കുന്ന സമയത്തും അങ്ങനെ ഉണ്ടാവണം. ഞാൻ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ഇഷ്ടം പോലെ സങ്കടങ്ങൾ, ഒരുപാട് വേദനകൾ. ആ സുഹൃത്തിനെ കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്, അയാൾക്ക് എന്നാ വന്നാലും അയാൾ പറയുന്നൊരു കാര്യമാണ്, കർത്താവ് നോക്കിക്കോളും,
കർത്താവ് നോക്കിക്കോളും. എന്ന് വെച്ചാൽ വട്ടപൂജ്യമായി നിൽക്കുന്ന സമയം നമ്മൾ വിചാരിക്കും ഒരു വേദന സഹിക്കാൻ ഒരു ബോധം പോലും ഇല്ലയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എന്നാ 0 ലെവലിൽ പോയി നിൽക്കുമ്പോഴേ അയാൾ പറയാണ് കർത്താവ് നോക്കിക്കോളും. അങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് നടന്ന ആൾ ആ വണ്ടി പോയിട്ട് ഇടിച്ചു, ഒരു പ്രതിമയൊക്കെ ഇടിച്ച് തകർത്തു. വണ്ടി പോയി, കാലിന് എന്തൊക്കെയോ പറ്റി. അപ്പോഴും പറയുന്നു കർത്താവ് നോക്കിക്കോളും. എന്തൊരു വിശ്വാസമാണത് അല്ലേ? ചിലപ്പോൾ നമുക്ക് കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി, കർത്താവെ നീ നോക്കുന്നില്ലേ, നീ കാണുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ചില മനുഷ്യർ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുന്നതാണ്, എന്നാ തകർന്ന അവസ്ഥയിലും പറയാണ് കർത്താവ് നോക്കിക്കോളും. പറഞ്ഞേ ഹല്ലേലൂയ. രോഗങ്ങൾ സൗഖ്യപ്പെട്ടിട്ടില്ല, പറയണം. എന്ത് പറയണം? അല്ലേലും കർത്താവ് ഇത് കേൾക്കത്തില്ലെന്ന്. അങ്ങനെയാണോ? അല്ല, കർത്താവ് നോക്കിക്കോളും. നമ്മുടെ മുമ്പിൽ വലിയ കടബാധ്യത നിൽക്കുകയാണ്, കർത്താവ് നോക്കിക്കോളും. ഇതെങ്ങനെ പൂർത്തിയാക്കണം എന്ന് അറിയത്തില്ല, ഈ സംഭവം എങ്ങനെ നന്നായിട്ട് പൂർത്തിയാക്കണം അറിയത്തില്ല, കർത്താവ് നോക്കിക്കോളും. വിവാഹം നടന്നിട്ടില്ല, ഞാൻ വായി നോക്കുന്നു, കർത്താവ് നോക്കിക്കോളും. അങ്ങനെയാണോ? കർത്താവ് നോക്കിക്കോളും. എല്ലാ ഇല്ലായ്മകളിലും എല്ലാം തരാൻ പറ്റുന്ന കർത്താവിലുള്ള ആശ്രയത്വം വിടാതിരിക്കുക. നെഞ്ച് തകർന്ന് നിൽക്കുമ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റാത്തപ്പോഴും പറഞ്ഞേക്കുക കർത്താവ് നോക്കിക്കോളും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ട പൗലോസിലെയൊക്കെ പറഞ്ഞ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന വചനങ്ങളൊന്നാണ് ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. പൗലോസ്ലേഹായോടൊക്കെ ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, എൻ്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. പാസ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, അടിച്ചിട്ടില്ല. വിസയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അടിച്ചിട്ടില്ല. ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, വിളിക്കുന്നു പോലുമില്ല. പരീക്ഷ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് റിസൾട്ട് വരാൻ വേണ്ടി. എന്താ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഒക്കെ നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ കർത്താവ് നോക്കിക്കോളും. 2 കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോട് ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയായാലും ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കുക. എൻ്റെ പ്രാർത്ഥന അവൻ കേൾക്കും. പറയാം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിപാലനയിൽ അങ്ങ് ആശ്രയിച്ചേക്കുക. നമ്മളീ പറഞ്ഞ ആ സുഹൃത്ത് ഒരു അപകടം നടക്കുമ്പോഴും എല്ലാ വേദനയിലും എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവ് നോക്കിക്കോളും. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പരിപാലനയിലുള്ള ഒരു ആശ്രയത്വമാണ് അല്ലേ? നിങ്ങൾ അങ്ങനെ ഒരു ആശ്രയത്വം ഉണ്ടോ? ഈശോ നോക്കിക്കോളും എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്നിട്ട് ആകുലപ്പെടാറുണ്ടോ? അതുകൊണ്ട് പിന്നെ നമുക്ക് സമയമുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ചെയ്യാമല്ലോ അല്ലേ? കർത്താവ് പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ പോരല്ലോ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ. നമ്മൾ ആകുലപ്പെടുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ അടയാളമാണ് ആകുലതകൾ ഇല്ലാത്ത ഭാരം കുറഞ്ഞ ഒരു ജീവിതം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്, ഞാൻ ആകുലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊരൊറ്റ ബോധം വേണം, ഈ ആകുലതകൾക്ക് മുകളിൽ എനിക്ക് ആശ്രയിക്കാൻ കർത്താവുണ്ടെന്ന്. അത് ഹൃദയത്തിലോട്ട് നിറയണം. ആകുലതയും വ്യാകുലതയും ഇല്ലാത്ത ജീവിതമൊന്നും നമുക്കില്ല. നമുക്കുണ്ടാവും, ടെൻഷൻ അടിക്കും, നമുക്ക് വേദനകൾ വരും. പക്ഷെ ആ ടെൻഷൻ നമ്മളെ രോഗിയാക്കല്, ആ ടെൻഷൻ നമ്മുടെ മാനസിക സന്തോഷം എടുത്ത് കളയരുത്. ആ ടെൻഷൻ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കരുത്. അത് ബാധിക്കാതിരിക്കാൻ ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും തകർന്ന അവസ്ഥയിലും പറയുക കർത്താവ് നോക്കിക്കൊള്ളും, ഞാൻ അവിടുത്തെ പരിപാലനയിൽ ആശ്രയിക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി സുവിശേഷകന്റെ 4-ാമത്തെ അധ്യായം എടുക്കാവോ? അറിയാവുന്ന വചനം 6-ാമത്തെ അധ്യായം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന് പറയുന്ന ഒരു വചനഭാഗമാണ്. വായിച്ചിട്ടുള്ളതല്ലേ? 6-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കേണ്ട, പിന്നീട് സമയം പോലെ 25 മുതൽ 34 വരെ വായിച്ചാൽ മതി. ഞാനത് നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു 4 തവണ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് ആകുലപ്പെടേണ്ടെന്ന്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ വചനഭാഗത്ത് ഈശോ 4 തവണ പറയാം നിങ്ങൾ ആകുലപ്പെടേണ്ട, ടെൻഷൻ അടിക്കേണ്ട. പറയുന്നത് ഈശോ ആയതുകൊണ്ട് നമുക്കത് ഏറ്റെടുക്കുകയും ചെയ്യാം അല്ലേ? ഇന്ന് എന്ത് അവസ്ഥയിലാണോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈശോയ്ക്ക് നിങ്ങളോട് പറയാനുള്ള സുവിശേഷം ഇതാണ്, നിങ്ങൾ ആകുലപ്പെടേണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞേ ആകുലപ്പെടേണ്ടത് പറ. ആകുലപ്പെടേണ്ട. ആരെ ആശ്രയിക്കുക? കർത്താവിനെ. കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക. 6-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാവേണ്ട, ടെൻഷൻ അടിക്കേണ്ടെന്ന്. പിന്നെ ഈശോ പറയുന്നത് 28-ാമത്തെ വാക്യം, വസ്ത്രത്തെപ്പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ആകുലരാകുന്നില്ല. തുണി ഉടുത്താലും തുണി ഉടുത്തില്ലെങ്കിലും നമുക്ക് എന്തെന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന മനുഷ്യനാണ്. എന്നുവെച്ചാൽ കാരണം നമുക്ക് ചിന്തിക്കാൻ വലിയ കാര്യങ്ങൾ, മുട്ടക്കാട്ടം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും കുഞ്ഞു കാര്യങ്ങൾ. വയലിലെ ലില്ലിയെ നോക്കുക, ഏത് ലില്ലി? അപ്പുറത്തെ വീട്ടിലെ ലില്ലിനെ പോലും നമ്മൾ നോക്കണില്ല. അപ്പോഴാണ് വയലിലെ ലില്ലി, ഏത് വയലിൽ ഏത് ലില്ലി? അത് ഓർത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കും. സോളമനെ കുറിച്ച് ആലോചിക്കും. ഇതൊന്നും അല്ല ഈശോ പറയണത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം മാംസം ധരിക്കുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ ആകുലപ്പെടുന്ന ആ വിഷയത്തെക്കുറിച്ച് ഈശോ പറയാണ്, ഉത്കണ്ഠപ്പെടേണ്ട. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ എന്നിൽ ആശ്രയിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ടെൻഷൻ അടിച്ച് ചിലപ്പോൾ വയലിലെ ലില്ലീനെയൊക്കെ നമ്മൾ നോക്കിപ്പോവും. സോളമൻ ഇങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും ആലോചിക്കേണ്ട, കർത്താവിനെ മാത്രം ആലോചിക്കുക.
ആൻഡ് ബി കാം, ബി പീസ്ഫുൾ. ഇതാ ഈശോ പറയുക. ഒറ്റ കാരണമാണ് നമുക്ക് ഈശോയിൽ വിശ്വസിക്കാൻ, ഈ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ. ആശ്രയം, ഈശോയെ ട്രസ്റ്റ് ചെയ്ത് അങ്ങ് നിൽക്കുക, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. 31 വാക്യം കൂടെ ഒരുമിച്ച് വായിച്ചേ. 31 വാക്യം. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന്, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാവേണ്ട. ഈശോ പിന്നെ അതിനെ എടുത്ത് പറയാണ്. 34 വാക്യം വായിക്കാം. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാവേണ്ട. എന്നുവെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ചും, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടണ്ട, ഇന്ന് എന്നാ സംഭവിക്കുന്ന ആകുലപ്പെടണ്ട, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടണ്ട. എളുപ്പമാണോ ഇതൊക്കെ? പറ, എളുപ്പമാണോ? ഇല്ല, എളുപ്പമല്ല. എളുപ്പമാകണമെങ്കിൽ ഒരു മരുന്ന് ഈശോ പറയുന്നുണ്ട്. എന്താണ് ആ മരുന്ന്? അച്ഛനിപ്പോൾ നിങ്ങളോട് പറയും, നിങ്ങൾ ഒന്നിനെക്കൊണ്ടും ടെൻഷൻ അടിക്കണം. നിങ്ങൾ ചോദിക്കും, അച്ഛാ നാളെ വീട്ടിൽ റേഷൻ അരി അച്ഛൻ മേടിച്ചു തരുമോ? നോ, എന്നാൽ മുടിയാതെ. വസ്ത്രത്തെക്കുറിച്ച് ആകുലപ്പെടണ്ട, അച്ഛൻ എനിക്കൊരു പുതിയ ഉടുപ്പ് മേടിച്ചു തരുമോ? ഇല്ലെന്ന്. അച്ഛനോട് ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കും ആകുലപ്പെടണ്ട. പക്ഷെ അച്ഛനല്ല പറഞ്ഞത്. ആരാ പറഞ്ഞേ? കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞാണ് നിന്നോട് ആകുലപ്പെടണ്ട. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ആകുലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയണം, അച്ഛൻ പറയുന്നുണ്ടല്ലോ, അച്ഛൻ ആകുലപ്പെടണ്ട. ഒരു റീസൺ പറ. അച്ഛോ, ഈ പരീക്ഷ ഞാൻ തോറ്റുപോയി, അച്ഛൻ ഉത്തരം പറയോ? ഇല്ല. ഈ കടം അച്ഛൻ ഇതിൻ്റെ കാര്യം നോക്കുമോ? ഇല്ല. പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഇത് പറയുന്നതിൻ്റെ കാരണം മാത്രം അന്വേഷിക്കുക. നിങ്ങളെ പഠിപ്പിക്കുന്നവരോ, നിങ്ങൾക്ക് പ്രബോധനം തരുന്നവരോ, നിങ്ങളോട് ധ്യാനപ്രസംഗം നടത്തുന്നവരോ ആകുലപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ അവർ ആകുലപ്പെടേണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. ചിലപ്പോൾ അവരും ആകുലപ്പെടും. കർത്താവ് ഇവർക്കിത് മനസ്സിലാവുന്നുണ്ടോ, ഇവരിത് വിശ്വസിക്കുന്നുണ്ടോ എന്നോർത്ത് ഞാനും ആകുലപ്പെടും. അതുകൊണ്ടാണ് ഒരു ക്ലാസ്സിൽ 16 തവണയൊക്കെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ഏറ്റവും വലിയ ആകുലതയാണ്, കർത്താവ് ഈ തൊണ്ടപൊട്ടി ഇത് പറയുമ്പോൾ ഇതിവർ കേട്ടാൽ പോലെ ഇതിവർ വിശ്വസിക്കണം. ആകുലതയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ആ ആകുലതയെ ഒഴിവാക്കാനുള്ള മരുന്ന് ഈശോ പറയാണ്. 6-ാം അധ്യായം 32 വാക്യം നല്ലപോലെ ഒന്ന് വായിക്കണം. മത്തായി സുവിശേഷത്തിൽ 6-ാം അധ്യായം 32. നല്ല ഉറക്കെ വായിച്ചു. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അതായത് എനിക്ക് ആകുലത ഒഴിവാക്കാൻ, നിങ്ങൾക്ക് ആകുലത ഒഴിവാക്കാനുള്ള ഒറ്റ മരുന്ന് ഇതാണ്. ഇതെല്ലാം എനിക്ക് ആവശ്യമാണെന്ന് ആർക്കറിയാം? എൻ്റെ അപ്പനറിയാം, എൻ്റെ കർത്താവിനറിയാം. പിന്നെ ഞാൻ എന്തിനു ആകുലപ്പെടും? ഈ വസ്ത്രം വേണമെന്നും, ഈ ആരോഗ്യം വേണമെന്നും, ഇങ്ങനൊരു വീട് എനിക്ക് വേണമെന്നും, ഈ ഒരു ജോലി എനിക്ക് വേണമെന്നും, എൻ്റെ വിവാഹം നടക്കണമെന്നും, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവണമെന്നും, എൻ്റെ ഈ ബുദ്ധിമുട്ട് മാറണമെന്നും, എനിക്കൊരു സൗഖ്യം വേണമെന്നും എന്നേക്കാൾ നന്നായിട്ട് ആർക്കറിയാം? എൻ്റെ കർത്താവിന് അറിയാം. അതുകൊണ്ട് ആകുലപ്പെടണ്ട. നമ്മൾ വായിച്ച ആദ്യത്തെ വചനഭാഗം, ഏശയ്യാപ്രവാചകനിൽ വായിച്ച വചനഭാഗം അതാണ്. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, ചോദിക്കും മുമ്പേ ഞാനത് നൽകും. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് നിങ്ങളുടെ പിതാവിന് നന്നായിട്ട് അറിയാം. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ പിതാവിലങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുക. എന്തും വന്നാലും എന്നെ കർത്താവ് എന്നെ നോക്കിക്കോളൂ നിങ്ങൾ പറയുക. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കയ്യിലൊന്ന് പിടിച്ചേ പറ, എന്നെ വന്നാലും കർത്താവ് നോക്കിക്കോളും. പറഞ്ഞേ, നിങ്ങൾ അവരെ നോക്കുന്നുണ്ടല്ലോ ഇപ്പം. നമ്മൾ നോക്കിയില്ലേലും ആര് നോക്കിക്കോളും? കർത്താവ് നോക്കിക്കോളും. അച്ഛനോടും പറ. അല്പം ആത്മാർത്ഥത അതിനകത്ത് ചേർത്തിട്ട് പറഞ്ഞേ, എന്നാ വന്നാലും കർത്താവ് നോക്കിക്കോളും. എനിക്കറിയാം. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ പരിപാലനയിൽ അങ്ങ് ആശ്രയിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്കത് അത്ര എളുപ്പമല്ല. ഈ വചനം കേൾക്കുമ്പോഴോ ഇതിങ്ങനെ വിശ്വസിക്കാൻ പറയുമ്പോഴോ ദൈവപരിപാലനയിൽ ഇങ്ങനെ വട്ടപ്പൂജയായിട്ട് നിൽക്കുന്ന സമയത്ത് കർത്താവിനെ ആശ്രയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. എളുപ്പമല്ലാത്ത സമയത്ത് നമുക്ക് ആരെ വേണം? ഒരു സഹായം വേണം. ശരിയാണോ? ഇപ്പം എനിക്കത് പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഞാൻ ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകും. എനിക്ക് ഈ ജോലി ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുന്നില്ല, ഈ മിനിസ്ട്രി ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുന്നില്ല. ഞാൻ ചിലപ്പോൾ ഒരാളുടെ സഹായം തേടും. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യണം, ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടി ഒത്തിരി പേരോട് പറയുന്നുണ്ട്, അല്ലേ? നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട ജോലി, ശുശ്രൂഷ ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ എനിക്ക് താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്കൊരു സഹായം ഞാൻ ചോദിക്കുന്നുണ്ട്. മനുഷ്യരോട് ചോദിക്കും, ദൈവത്തോട് ചോദിക്കും. ഏറ്റവും വലിയ സഹായം നമുക്കാരാണ്? അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് ദൈവപരിപാലനയിൽ ആശ്രയിക്കണമെങ്കിൽ, ഈ കാര്യം ബുദ്ധിമുട്ടാണ്, പക്ഷെ ആശ്രയിക്കണമെങ്കിൽ, കർത്താവിൻ്റെ വചനം വിശ്വസിക്കണമെങ്കിൽ എനിക്കൊരു സഹായകൻ്റെ കൂട്ട് വേണം. ആരാണത്? എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിക്കുന്ന, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കുന്ന, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ പോലും, ആശ്രയിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ പോലും എനിക്ക് പകരം അവാച്യമായ നെടുവീർപ്പോടെ എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഉയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് ഞാൻ ദൈവപരിപാലനയിൽ ആശ്രയിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിനെ ശക്തമായിട്ട് അങ്ങ് കൂട്ടുപിടിച്ചേക്കുക.
ജീവിത സാഹചര്യം എന്ത് തന്നെ ആവട്ടെ, ഇങ്ങനെ ഇങ്ങനെ കീറി മുറിഞ്ഞ് നിൽക്കുവാട്ടെ, പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയാവട്ടെ, ഒരു വിശ്വാസം ഉള്ളിൽ നിറയാൻ പറ്റുന്നില്ലാത്ത സമയങ്ങളാവട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സന്തോഷമില്ല. ഓരോ ദിവസവും ഉത്കണ്ഠകൾ കൂടിക്കൂടി വരുന്ന സമയത്തും സഹായത്തിന് വേണ്ടി വിളിച്ചോളുക. ആരെ? പരിശുദ്ധാത്മാവിനെ. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോകാൻ പോകുന്നില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല, ഞാൻ പോയി കഴിയുമ്പോൾ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. ഞാനിപ്പം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും ഇട്ടേച്ച് പോകത്തില്ല. എന്നാൽ നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് ഞാൻ തരും. ആരെയാണ്? പരിശുദ്ധാത്മാവിന്. ഒരു അഡ്വക്കേറ്റ്, ഒരു പാരക്ലേറ്റ്, ഒരു ഹെൽപ്പറെ തരും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കൊല്ലം രൂപതയിലല്ല, കൊല്ലത്ത് ഒരു എക്യുമെനിക്കൽ മീറ്റിംഗ്, ഒരു സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. പല സഭാ കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ അവർ എടുത്തു വന്ന സത്യവേദ പുസ്തകമാണ്, നമ്മുടെ ഉള്ള POC ബൈബിളല്ല, സത്യവേദ പുസ്തകമാണ്. അപ്പോൾ അതെടുത്ത് എനിക്കിങ്ങനെ തുറന്ന് കിട്ടിയൊരു വചനം ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വചനമാണ്. ഒരു കൗതുകത്തിന് വേണ്ടി പേജ് മറിച്ച് നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. സത്യവേദ പുസ്തകം ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം വാക്ക് ഇതാണ്: മറ്റൊരു സഹായകനെ എന്നല്ല, കാര്യസ്ഥനെ തരാമെന്നാണ്. സഹായകനെ അല്ല, ആരെയാണ്? കാര്യസ്ഥൻ. പറഞ്ഞേ ഹല്ലേലൂയ. സഹായിയും കാര്യസ്ഥനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സഹായി എന്തോ ആണ്, കാര്യസ്ഥൻ ദിലീപിൻ്റെ സിനിമയാണ്, ആണോ? അതല്ല, പറ. സഹായിയും കാര്യസ്ഥനും തമ്മിൽ വ്യത്യാസം എന്താ? എന്നെ ഇപ്പോൾ എന്താ പറയണേ, ഈ ഒരു പുസ്തകം, 5-6 പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകം എടുത്തുകൊണ്ട് പോകാൻ ഒരാൾ എന്നെ സഹായിക്കും. കാര്യസ്ഥൻ എന്താ ചെയ്യുക? ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യസ്ഥനില്ല. ഓക്കെ, മാനുഷികമായിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ കാര്യസ്ഥൻ. എൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതും പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നതും ധ്യാനങ്ങൾ ഏറ്റെടുക്കുന്നതും എല്ലാം പേഴ്സണലി ഞാൻ തന്നെയാണ്. എനിക്കൊരു കാര്യസ്ഥനില്ല, എൻ്റെ ആവശ്യമില്ല. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. സഹായി കുറച്ച് സമയത്തേക്ക് ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൂടെ നിൽക്കും. ഞാൻ പറയണം, ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്ക് സാധനങ്ങളൊക്കെ എടുത്തൊന്ന് വണ്ടിയിലോട്ട് വെക്കണം. ആ സമയത്ത് നിൽക്കും. പിന്നെ നിൽക്കുമോ? ഇല്ല, അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് പോകും. പക്ഷെ കാര്യസ്ഥൻ്റെ വ്യത്യാസം എന്താണ്? വിട്ടുപോകത്തില്ല, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തോളും. ഇത് കൃത്യമായിട്ട് ഇപ്പം ഈ അടുത്ത ആഴ്ച ഇങ്ങനെ ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യും, കൃത്യമായിട്ട് വാഹനം അറേഞ്ച് ചെയ്യും, ഇവിടെയുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യും, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തും. കൃത്യസമയത്ത് ഇത് ആരംഭിച്ചു, കൃത്യസമയത്ത് ഇത് പൂർത്തിയാക്കി, ഞാനിവിടെ തിരിച്ചെത്തി, അടുത്ത കാര്യത്തിന് ഇറങ്ങി എന്ന് കാര്യം ഉറപ്പിക്കുന്ന ഒരാളാണ് ആര്? കാര്യസ്ഥൻ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ ആ ഒരു വാക്കിനെ, സഹായകൻ എന്ന വാക്കിനെ, ഹെൽപ്പർ എന്ന വാക്കിനെ ഒന്നുകിൽ നിങ്ങൾക്ക് സഹായകനായിട്ട് എടുക്കാം, കാര്യസ്ഥനായിട്ട് എടുക്കാം, രണ്ടിനും തെറ്റില്ല. ഞാൻ നിങ്ങളോട് പേഴ്സണലി പറയുന്നൊരു കാര്യമാണ്, എനിക്ക് കുറേയും കൂടി ഇഷ്ടപ്പെട്ട വാക്ക് കാര്യസ്ഥനാണ്. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന വാക്ക് സഹായകനായ പരിശുദ്ധാത്മാവാണ്. തീർച്ചയായിട്ടും സഹായിക്കും എല്ലാ കാര്യങ്ങളും. കാര്യസ്ഥനും സഹായിക്കും. കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ വാക്കാന്ന് തോന്നുന്നത് അല്ലേ ഈ മാനേജ്മെൻറ്റ്. കാര്യസ്ഥൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നറിയോ, നമ്മളെ കൊണ്ട് പറ്റുകയില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളെത്ര നമ്മുടെ ബുദ്ധി, നമ്മുടെ ശക്തിയൊക്കെ ഉപയോഗിച്ചാലും നമ്മൾ തോറ്റുപോകുന്ന ചില മേഖലകളുണ്ട്. നമ്മളെത്ര തീരുമാനങ്ങൾ എടുത്താലും വീണു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ? ഈശോ തന്ന ആ സഹായകനെ, ആ കാര്യസ്ഥനെ നമ്മൾ എന്തിനു ബൈപ്പാസ് ചെയ്യണം? എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞുകൊണ്ട് ചെയ്യുക. പറഞ്ഞേ ഹല്ലേലൂയ. അടുക്കള ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിലും പറഞ്ഞേക്കുക, പരിശുദ്ധാത്മാവെ സഹായിക്കണം. സിമ്പിളായിട്ട് വിചാരിക്കും, പക്ഷേ രുചി കൂടും. നിങ്ങൾ കണ്ടോ? ഇച്ചിരി എനിക്കും കൊണ്ടേ തരണേ കറിയൊക്കെ. പഠിക്കാൻ പറ്റുന്നില്ലേ? ഇരുന്ന് പരിശുദ്ധാത്മാവോട് സഹായം ചോദിച്ചു. ട്യൂഷൻ മാസ്റ്റർ എന്നല്ല പരിശുദ്ധാത്മാവ്, പക്ഷേ നിങ്ങളുടെ കാര്യം നോക്കിക്കോളും. നിങ്ങൾ ഏത് പഠിക്കണം, എന്നെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ജോലി, ബിസിനസ്, നിങ്ങൾ ഇടപെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? എല്ലാം പരിശുദ്ധാത്മാവ് സഹായിച്ച്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കുക എന്ന് മാത്രമല്ല, കാര്യസ്ഥനായി നിന്നുകൊണ്ട് എല്ലാം മാനേജ് ചെയ്തോളും. ശക്തി പറയാം ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിരുന്ന ആദ്യത്തെ പാഠം എന്താണെന്നറിയോ? എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നല്ലേ? യോഹന്നാൻ 14:26 പറയുക, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഈശോ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നാണ് ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠമാണ് ട്രസ്റ്റ് ഗോഡ്. കർത്താവിനെ വിശ്വസിക്കുക, ആശ്രയിക്കുക. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം? ദൈവത്തെ വിശ്വസിക്കുക, ആശ്രയിക്കുക. ചുമ്മാ വിശ്വസിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല,
ഐ ട്രസ്റ്റ്, ഞാൻ സറണ്ടർ ചെയ്യുകയാണ്. എൻ്റെ ദൈവം എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി നല്ലതുപോലെ ചെയ്യും എന്നുള്ളത് കണ്ണും പൂട്ടി ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക, ആശ്രയിക്കുക. അതിൽ എല്ലാം ഓക്കെ ആയിരിക്കുന്ന സമയത്തല്ല, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏറ്റവും സീറോ ലെവലിൽ നിൽക്കുന്ന സമയത്തും ആശ്രയിക്കുക. ആരിൽ? ദൈവത്തിൻ്റെ ആ പരിപാലനയിൽ ആശ്രയിക്കുക. അതുകൊണ്ട് മറന്നുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠമാണ് ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് എല്ലാവർക്കും വന്നു പോകുന്ന ഒരു സങ്കടമാണ്. നമ്മളെല്ലാവരും മനുഷ്യരെ ആശ്രയിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. ശരിയാണോ? ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, നമ്മൾ മനുഷ്യരെ ആശ്രയിച്ചിട്ടുണ്ട്. തെറ്റൊന്നുമില്ല. മനുഷ്യരോട് സഹായം ചോദിക്കാം, അവരോട് പ്രാർത്ഥന ചോദിക്കാം, ഹെൽപ്പ് ചോദിക്കാം. ചില മനുഷ്യരെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെയുണ്ട്. പക്ഷേ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റാത്ത, പലർക്കും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ കാരണം എന്താണെന്നറിയോ? നമ്മളെ മനുഷ്യരെ വിശ്വസിച്ച് മനുഷ്യർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ശരിയാണോ? മനുഷ്യരിൽ നിന്ന് വേദന കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. അതും ആശ്രയിച്ചവരിൽ നിന്ന്, നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിച്ചവരിൽ നിന്ന് വേദന കിട്ടിയ ഒത്തിരി മനുഷ്യരുണ്ട്. ആ വേദന ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മളിൽ പലർക്കും ദൈവവിശ്വാസം പോലും കുറഞ്ഞു പോകുന്നത്. കർത്താവ് അവിടെ ഉണ്ട്, കർത്താവ് ഇതെല്ലാം ചെയ്യുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അത്ര കണ്ട് വിശ്വസിച്ച് കർത്താവിനെ ആശ്രയിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം മാനുഷികമായുള്ള വിശ്വാസങ്ങളിൽ മനുഷ്യരെ ആശ്രയിച്ചതിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയ സങ്കടങ്ങൾ കാരണമാണ് നമുക്ക് പലർക്കും ദൈവത്തെ ആശ്രയിക്കാൻ പറ്റാത്തത്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ആദ്യം നമ്മൾ ഉണക്കേണ്ട ഒരു മുറിവാണ്, ആദ്യം നമ്മൾ ഹീൽ ചെയ്യപ്പെടേണ്ട ഒരു മുറിവാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായി, മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മുറിവുകളുണ്ടായി, അതാദ്യം ഹീൽ ചെയ്യപ്പെടണം. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണേ. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതിൻ്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ ഒരു കഥ കിടപ്പുണ്ട്. എവിടെയോ മനുഷ്യരിൽ ആശ്രയിച്ച് നിങ്ങൾക്കൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് സൗഖ്യപ്പെടണം, ആ മുറിവ് സൗഖ്യപ്പെടണം. നിന്നെ മനുഷ്യർ പറ്റിച്ചതുപോലെ ദൈവം പറ്റിക്കില്ല എന്ന് നീ അറിയണം. നീ കൈ കൊടുത്തിട്ട് നിന്റെ കൈ പിടിച്ചൊടിച്ചവരെ പോലെ അല്ല കയ്യിൽ മുറിവേറ്റ ഈശോ എന്ന് നീ മനസ്സിലാക്കണം. നീ ഹൃദയത്തിൽ ഇടം കൊടുത്തിട്ട് അത് ചവിട്ടി തേച്ച മനുഷ്യരെ പോലെ അല്ല ഹൃദയത്തിൽ മുറിവേറ്റ് ആ മുറിവിൽ നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ സൗഖ്യപ്പെടുത്തുന്ന ഈശോ എന്ന് കുഞ്ഞെ നീ അറിയണം. അതേത് പ്രായത്തിലായാലും ഈ മുറിവ് സൗഖ്യപ്പെട്ടാൽ മാത്രമേ ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കാൻ നിനക്ക് പറ്റത്തുള്ളൂ. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനോടുള്ള ജപത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ, മുറിവേറ്റതിനെ സുഖപ്പെടുത്തണമേ, അല്ലേ? മുറിവേറ്റതിനെ പ്രാർത്ഥന അറിയാമോ? പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പ് വരണമെന്നുള്ള പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് മുറിവേറ്റതിനെ സുഖപ്പെടുത്തണം. ചിലരിങ്ങനെ വെച്ച് കെട്ടണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. മുറിവേറ്റതിനെ സൗഖ്യപ്പെടുത്തണം. ആരാ ഈ സൗഖ്യപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അതിങ്ങനെ മനുഷ്യരിൽ നിന്നുണ്ടായ മുറിവുകൾ, പ്രത്യേകിച്ച് വിശ്വാസവഞ്ചനകളൊക്കെ നേരിട്ടു, അത്ര കഠിനമായിട്ട് ക്രൂരമായിട്ടൊക്കെ ഹൃദയം മുറിവേൽക്കപ്പെട്ടവരെല്ലാം പരിശുദ്ധാനോട് പ്രാർത്ഥിക്കണം, മുറിവേറ്റതിനെ സുഖപ്പെടുത്തണം, വെച്ച് കെട്ടണം. ഈശോയുടെ സ്നേഹത്താൽ, ഈശോയുടെ രക്തത്താൽ എന്നെ സൗഖ്യപ്പെടുത്തണേ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, അങ്ങനെ ഒരു സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ആയി. നമ്മളിങ്ങനെ ഈ ഒരു ധ്യാനം നിങ്ങൾക്ക് അറിയില്ല, ആന്തരിക സൗഖ്യ ധ്യാനം അല്ലേ? മിക്ക ധ്യാന കേന്ദ്രങ്ങളും ഉണ്ട്. നമ്മളിങ്ങനെ ആന്തരിക സൗഖ്യ ധ്യാനം, ആന്തരിക സൗഖ്യ ആരാധനയൊക്കെ പങ്കെടുക്കാറുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. എന്താണ് ആന്തരിക സൗഖ്യം? ഇന്നർ ഹീലിംഗ്. പരിശുദ്ധാത്മാവ് മുറിവുണക്കുന്ന ഈ ശുശ്രൂഷ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. സൗഖ്യം നൽകുന്നത് ഈശോയാണ്, വെച്ച് കിട്ടുന്നത് പരിശുദ്ധാത്മാവാണ്. പിതാവിൻ്റെ സ്നേഹം നിറഞ്ഞിട്ടാണ് ഈ മുറിവുകളിൽ നിന്നെല്ലാം നമ്മൾ സൗഖ്യം പ്രാപിക്കുക. നിങ്ങൾ അച്ഛന് ഈ വചനം കേട്ടോണ്ടെങ്കിൽ നിങ്ങൾ പല പ്രായത്തിലുള്ളവരാണ്. പക്ഷെ നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണേലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, മുറിവേറ്റവരാണ്, മുറിവേറ്റിട്ടുണ്ട്. സൗഖ്യപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ എത്തില്ല. ആദ്യം നമ്മുടെ വിശ്വാസം, നമുക്ക് വേദപാഠം കിട്ടുന്നുണ്ട്, നമ്മൾ ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, എന്നിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ആദ്യം സൗഖ്യപ്പെടേണ്ട മേഖലയാണ് എവിടെയെങ്കിലും ഒക്കെ വെച്ച് മനുഷ്യരിൽ നിന്നുണ്ടായ തിരസ്കാരത്തിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെട്ട് കിട്ടണം. സൗഖ്യപ്പെട്ട് കിട്ടിയാൽ നമ്മൾ പറക്കും. ഈ ഭാരം അങ്ങൊഴിഞ്ഞാൽ നമ്മൾ പറക്കും. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ പറയാറില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഭാരം കുറഞ്ഞാൽ യാത്ര കുറേം കൂടെ എളുപ്പമായിരിക്കും. ആ ഭാരം കുറയ്ക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കണം. ഈശോയിൽ ആശ്രയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഈ മുറിവുണങ്ങണമെങ്കിൽ, ഈശോയുടെ രക്തം ഒഴുകി ആ മുറിവുണങ്ങി പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് നിറയണമെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ആന്തരിക സൗഖ്യം എന്താണ്? വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കിക്കൊള്ളുക. നോക്ക്, നിങ്ങൾക്ക് കുറവുകളുണ്ട്, മുറിവുകളുണ്ട്, എനിക്കുമുണ്ട് കുറവുകളും മുറിവുകളും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആ കുറവുകളിലേക്ക് നോക്കിയിരിക്കും, ചിലപ്പോൾ മനുഷ്യർ പറഞ്ഞ വാക്കുകളിലേക്ക് നോക്കിയിരിക്കും. ശരിയാണോ? നമുക്കൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലോട്ട് കയറി വരും, പണ്ട് അപ്പനോ അമ്മയോ പറഞ്ഞൊരു കാര്യം, നീ ശരിയാവില്ല, നീ നന്നാവില്ല, നീ എന്നാ കാണിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ചിലപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്തായിരിക്കും പണ്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ നിറത്തെ, നിങ്ങളുടെ പൊക്കത്തെ, പൊക്കക്കുറവിനെ, പൊക്കക്കൂടലിനെ
എന്തിനേലും നിങ്ങളുടെ സംസാരത്തെ, ശബ്ദരീതിയെ ഒക്കെ പറഞ്ഞ് കളിയാക്കിയ ഒരു കാര്യം ഇങ്ങനെ ട്രിഗർ ചെയ്ത് കയറി വരും. അപ്പം തന്നെ നമ്മൾ പിൻവാങ്ങും. ശരിയാണോ? ഇങ്ങനെ ഉൾവലിഞ്ഞ് പുറകോട്ട് വലിഞ്ഞ് മാറുന്ന മനുഷ്യരില്ലേ നമ്മളില്ലേ അങ്ങനെ? കാരണം നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഒരാളോട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യവും ഏറ്റെടുത്തൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റില്ല. മനസ്സിൽ നിന്ന് ഇങ്ങനെ ആയിരം തവണ ചിന്തകൾ വരികയാണ്. ഇത് ശരിയാവില്ല, ഞാൻ കൊള്ളത്തില്ല, എന്നെ സ്നേഹിക്കാൻ കൊള്ളത്തില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല. എവിടുന്ന് ഇതെല്ലാം വന്നത്? മനുഷ്യരാരോ അത് നിങ്ങളേറ്റവും അധികം സ്നേഹിച്ച, വിശ്വസിച്ച, ആശ്രയിച്ച ചില ആളുകൾ തന്ന മുറിവുകളാണ്. അത് സൗഖ്യപ്പെട്ടേ മതിയാവും. അത് സൗഖ്യപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നിന്നെ കാണുന്ന രീതിയിൽ നീ നിന്നെ കണ്ടു തുടങ്ങുക. ഈശോ നിന്നെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ നീ നിന്നെ കണ്ടു തുടങ്ങുന്ന സമയത്ത് നിന്റെ ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടും. ഉള്ളിലുണ്ടായത് ഏറ്റവും തിരസ്കാരത്തിന് തീപ്പൊള്ളലാണേലും ആ തീപ്പൊള്ളലിനെ ഒരു മഞ്ഞുകട്ട കൊണ്ടെന്ന പോലെ കർത്താവ് ഉരുക്കി തണുപ്പിച്ച് സൗഖ്യപ്പെടുത്തും. ഒറ്റ കാര്യം നീ ചെയ്യണം, ഈശോ നിന്നെ എങ്ങനെ കാണുന്നോ അങ്ങനെ നീ നിന്നെ കാണുക. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ നിങ്ങളെ കാണുന്നത് കൊള്ളത്തില്ലാത്ത ഒരാളായിരിക്കും. നിങ്ങളെ കാണുന്നത് ഒരു നന്മയില്ലാത്ത ഒരാളായിട്ടായിരിക്കും. ചിലപ്പോൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ പറയായിരിക്കും, നിന്നെ കാണാനെങ്കിലും കൊള്ളത്തില്ലോ. നാഗചേച്ചിയൊക്കെ പറഞ്ഞ പോലെ നിന്നൊക്കെ എന്തിനു കൊള്ളാമെന്ന് നോക്കി ചിലപ്പോൾ ആട്ടുകാർ നിങ്ങളെ നോക്കി തുപ്പുമായിരിക്കും. ഒരു ബാബുസ്വാമി പോലും നമ്മളെ കൂട്ടിന് വരത്തുണ്ടാവില്ല. നാട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, ഏറ്റവും സ്വന്തക്കാർ, ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ പറയാണ് ശാപമാണ്, കൊള്ളത്തില്ല, നീ എന്താ ഇങ്ങനെ. നിങ്ങളെ കളിയാക്കുമായിരിക്കും, നിങ്ങളുടെ ശരീരത്തെ അപമാനിക്കുമായിരിക്കും, നിങ്ങളുടെ സൗന്ദര്യം ഇല്ലായ്മ എന്നൊക്കെ മുദ്ര കുത്തുമായിരിക്കും. പക്ഷെ നിങ്ങൾ ആര് എന്ത് പറഞ്ഞാലും, ആളുകൾ എന്ത് പറഞ്ഞാലും, നിങ്ങളോട് തന്നെ എത്ര മോശമായ ചിന്ത വന്നാലും ഈശോ നിന്നെക്കുറിച്ച് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നീ എനിക്കെന്നും പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ്, നിനക്ക് പകരം ഞാൻ ജനതകളെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന കർത്താവ് നിന്നെ എങ്ങനെ കാണുന്നോ അങ്ങനെ നീ കണ്ടു തുടങ്ങുക. പറഞ്ഞേ ഹല്ലേലൂയ. നാട്ടുകാരൻ നിന്നെ നോക്കി പൊക്കമില്ലാത്തവെന്നാണ് പറയുന്നത്, ഈശോ നിന്നെ നോക്കി ബഹുമാന്യൻ എന്നാണ് പറയുക. നാട്ടുകാരൻ നിന്നെ നോക്കി നിന്റെ ശബ്ദം കൊള്ളത്തില്ലെന്നാണ് പറയുക, കർത്താവ് പറയാണ് നീ എൻ്റെ സ്വന്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈശോ നിന്നെ എങ്ങനെ കാണുന്നോ അതുപോലെ നീ നിന്നെ കാണാൻ തുടങ്ങുന്ന സമയത്ത് ഈ മുറിവുകൾ സൗഖ്യപ്പെടും. വളരെ ഓർത്തി പറയാം ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വളരെ വളരെ മോശം അഭിപ്രായം ആണോ? നല്ല അഭിപ്രായമാണോ? ഈ നല്ല അഭിപ്രായം വരുത്തി വെക്കണം. ആര്? നാട്ടുകാരുടെ അപ്രൂവൽ ഒന്നുമല്ല, വീട്ടുകാരുടെ അപ്രീസിയേഷൻ ഒന്നുമല്ല. അവർ പിന്നെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് അവർ നിന്നുകൊണ്ട് പറയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കർത്താവ് എനിക്ക് ഉത്തരം തരുന്ന ഒരു ആത്മവിശ്വാസം വേണമെങ്കിൽ ആദ്യം നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങണം. നമ്മളെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കഴിവുകളിലല്ല, നമ്മളെ അംഗീകരിക്കുന്ന കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങുക. മുറിവുകൾ സൗഖ്യപ്പെടും. ആ മുറിവുകളെ ഉണക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, നിങ്ങളുടെ ഉള്ളിലൊരു ആത്മവിശ്വാസം വർദ്ധിക്കാൻ, ആത്മാവിലൊരു വിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കുന്ന കാര്യസ്ഥനാണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധാത്മാവ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോണം, പരിശുദ്ധാത്മാവേ ആ ചിറകടിച്ച് എന്നെ ഒന്ന് തണുപ്പിക്കണമേ, ആ തീ അയച്ച് എന്നെ ഒന്ന് ചൂട് പിടിപ്പിക്കണമേ, ആ കുളിർത്തന്നൽ അയച്ച് എന്നെ ഒന്ന് ശാന്തമാക്കണമേ, മുറിവേറ്റതിനെല്ലാം വെച്ച് കെട്ടണമേ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മേഖല ഒന്ന് സൗഖ്യപ്പെട്ടുണ്ടല്ലോ, നിങ്ങൾ പറക്കും. ഞാൻ വീണ്ടും പറയുന്നത് വെറുതെ പറയണല്ല, നിങ്ങൾ കാറ്റ് പോലെ ജീവിക്കും. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. യോഹന്നാൻ 3:8 എന്തൊരു സുന്ദരമായ വചനാണല്ലേ. എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ കാടയിൽ ഞാൻ അടിച്ച വചനാണ്. 2 വചനം അടിച്ചു. ഒന്ന് ദൈ വിൽ ബി ഡൺ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ. ഒരു സൈഡിൽ ഞാൻ പ്രിൻ്റ് ചെയ്തു, മുകളിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചതാണ് യോഹന്നാൻ 3:8. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ തോന്നിയാസത്തിന് അതാ നല്ലതെന്ന് പറഞ്ഞു. എവിടെ ഇരിക്കത്തില്ല, എങ്ങോട്ടെങ്കിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് പറ്റിയ വചനം ഇത് തന്നെയാണ്. അത് നെഗറ്റീവായിട്ടല്ല കേട്ടോ, പോസിറ്റീവായിട്ട്. എവിടെയെങ്കിലും ഇരിക്കുന്നവനെ കർത്താവിന് ഇഷ്ടമല്ലോ, ഓടുന്നവനെയാണ് കർത്താവിന് ഇഷ്ടം, ഓടുന്നവളെയാണ് കർത്താവിന് ഇഷ്ടം. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ നീ അറിയുന്നില്ല, അതിൻ്റെ ശബ്ദം മാത്രം നീ കേൾക്കുന്നു. ഇങ്ങനെയാണ് ആത്മാവിൽ ജനിച്ച, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരാളുടെ ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കാറ്റുപോലെ സ്വാതന്ത്ര്യം ജീവിക്കണമെങ്കിൽ ആ കാറ്റ് നിങ്ങൾക്ക് കിട്ടണം. ആരെ? പരിശുദ്ധാത്മാവിനെ. ഈ ഭാരം മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന പരിശുദ്ധാത്മാവ്, ഈ മുറിവുകളെയൊക്കെ വെച്ച് കിട്ടുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭാരമില്ലാത്തൊരു ജീവിതമാണ്. ഒന്നിനെക്കുറിച്ചും ആകുലതകളില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്തൊരു ജീവിതമാണ്. നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇമ്പോസിബിൾ, ഇതൊന്നും സാധിക്കില്ല എന്ന് ചിന്തിക്കും. കാരണം പരിശുദ്ധാത്മാവ് കിട്ടിയാൽ മാത്രമേ, പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയാൽ മാത്രമേ ഒരാൾക്ക് ഭാരമില്ലാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാ ദിവസവും. എന്തൊക്കെ മുറിവുകളാവട്ടെ, എന്തൊക്കെ സങ്കടങ്ങളാവട്ടെ, ആകുലതകൾ വരട്ടെ, നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഇപ്പം സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക.
ഇപ്പം സഹായിക്കണം എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും. കാരണം ഈ കാര്യസ്ഥന് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, നമ്മളെക്കാട്ടും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. സോ ട്രസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചേക്ക്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് തീർച്ചയായിട്ടും പരീക്ഷയുടെ സമയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പരിശുദ്ധാനോട് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടോ? അയ്യോ ഉണ്ടോ? ഉണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കും അല്ലേ? ഇക്വേഷൻസ് എല്ലാം ഓർമ്മിപ്പിക്കും. ഏറ്റവും ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് അറിയോ? പരീക്ഷയുടെ സമയത്ത് ഒരു കൊച്ച് മറന്നു പോകുമോ, പരീക്ഷ തോറ്റു പോകുമോ, എനിക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ, ഇത് മറന്നു പോയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ആ കുഞ്ഞിനെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് പഠിച്ച ഇക്വേഷൻസ് അല്ല, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അല്ല. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ്, കൊച്ചെ നിനക്കിപ്പോ ഈ ഉത്തരം കിട്ടാൻ പറ്റുന്നില്ലേ, നീ പഠിച്ചത് ഓർക്കുന്നില്ലേ, നൗ ട്രസ്റ്റ് യുവർ ജീസസ്. ഈശോയെ നീ ഒന്നുകൂടെ ആശ്രയിക്ക്. അതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുക. ആ കൊച്ചാ പരീക്ഷ ഹാളിൽ ഇരുന്ന് മറന്നു പോകുമ്പോഴും എൻ്റെ ഈശോ എന്നെ സഹായിക്കും, എൻ്റെ കൂടെ എൻ്റെ ഈശോ ഉണ്ടെന്ന്. ഈശോയെ, ഞാൻ നിനക്ക് ഈ പരീക്ഷ, എനിക്ക് ഉത്തരം അറിയത്തില്ലാത്ത ഈ കാര്യം, ഞാൻ പഠിച്ചിട്ടും എൻ്റെ ഓർമ്മയിൽ നിൽക്കാത്ത ഈ കാര്യം നിനക്ക് തരിക എന്ന് പറഞ്ഞു ഒന്നുകൂടെ ആശ്രയിച്ച് ആ കൊച്ച് നന്നായിട്ട് പരീക്ഷ എഴുതും. പറഞ്ഞേ ഹല്ലേലൂയ. അത് കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ പോരാ, നിങ്ങൾ വലിയ മക്കളായി. ഇന്നും ജീവിതത്തിൻ്റെ മുമ്പിൽ, ഈ പരീക്ഷകളുടെ മുമ്പിൽ തോറ്റു പോകുമ്പോൾ, ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ ചെന്ന് നിൽക്കുമ്പോൾ, ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ, മൈൻഡ് മുഴുവൻ ബ്ലാങ്കായിട്ട് നിൽക്കുന്ന സമയത്തും പറഞ്ഞേക്കണം, ഞാൻ എൻ്റെ ഈശോയിൽ ആശ്രയിക്കുന്നു, ആശ്രയത്വം വളരാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ആ ദൈവാശ്രയത്വം വളരുന്ന ഒരു ജീവിതത്തിലാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മീയ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. നമ്മൾ പറയില്ലേ, ചില മനുഷ്യർ നോക്കിയിട്ട് നല്ല സ്പിരിച്വൽ മനുഷ്യനാണ് അല്ലേ? എങ്ങനെയാണ് അറിയുന്നത്? എങ്ങനെയാണ് നല്ല സ്പിരിച്വൽ മനുഷ്യനായിട്ട് അറിയുന്നത്? കൊന്ത എപ്പോഴും കയ്യിലുണ്ട്. ആണോ? ബൈബിൾ എപ്പോഴും ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് നടക്കും. ആണോ? അത് ആത്മീയ മനുഷ്യരുടെ അടയാളമാണോ? ആവാം, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ബൈബിൾ മാറ്റിയേ, അതുകൊണ്ട് ഇപ്പോൾ പേജ് മറിഞ്ഞ് കിട്ടുന്നില്ല. പഴയ ബൈബിൾ കീറി ഒരവസ്ഥയാണ്. നിങ്ങളുടെ ബൈബിൾ ഇപ്പോഴും നിങ്ങൾക്ക് ഭക്തി ബഹുമാനമുള്ളതുകൊണ്ട് സൗന്ദര്യത്തോടെ പൂജിച്ച് വെച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. എല്ലാ ദിവസവും എൻ്റെ പേപ്പർ മുഴുവൻ പോയി, അതുകൊണ്ട് ഞാൻ മാറ്റി. അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ ഈ ബൈബിള് 3 ബൈബിള് മാറ്റി, 4 ബൈബിള് മാറ്റി, ഇതും ആത്മീയ ജീവിതത്തിൻ്റെ അടയാളമാവണമെന്നില്ല. തെറ്റൊന്നുമില്ല, നല്ലതാണ്. പക്ഷെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ലെഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തെയാണ് നമ്മൾ പറയുക ആത്മീയ ജീവിതം. സ്പിരിച്വൽ പേഴ്സൺ. ആ സ്പിരിച്വൽ പേഴ്സൺ ബൈബിൾ കൊണ്ട് നടക്കും. ആ സ്പിരിച്വൽ പേഴ്സൺ ബൈബിൾ എടുത്ത് വായിക്കും. ആ ആത്മീയ മനുഷ്യൻ ജപമാല കൈപ്പിടിക്കും. ആ ആത്മീയ മനുഷ്യൻ വിശുദ്ധ കുർബാനയ്ക്ക്, കൂദാശകൾക്ക് പങ്കെടുക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? പരിശുദ്ധാത്മാവാണ്. കാരണം നമ്മളെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് സഹായിക്കുന്നത് പോലും ആരാണ്? പരിശുദ്ധാത്മാവ്. എല്ലാ കാര്യങ്ങളുടെയും മാനേജർ, മേൽനോട്ടക്കാരൻ, കാര്യസ്ഥൻ. പലതരത്തിൽ പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ, എൻ്റെ പഠനത്തിൽ എന്നെ നയിക്കണമേ, എൻ്റെ ജോലിയിൽ എന്നെ നയിക്കണമേ, ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഈ ഒരു ദിവസം, ഈ ഒരു ആഴ്ചക്കാലം, ഈ ഒരു മാസക്കാലം, ഈ 2026 എനിക്ക് പൂർത്തീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കണമേ. പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ.